ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു ഓണത്തിന് സ്പെഷ്യലായിട്ട് അടിപൊളി ക്രീമി കാരമൽ സാഗോ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ. കരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ പഞ്ചസാരയൊക്കെ കാരമലായി വന്നു. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കാരമൽ സോസ് റെഡിയായി. ഇനി അതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരു കട്ട കെട്ടിയ പോലെ തോന്നും, പക്ഷെ പാല് നല്ലോണം തിളച്ച് വരുമ്പോൾ അത് ശരിയാവും കേട്ടോ. പാലൊക്കെ നല്ലോണം മിക്സായി തിളച്ച് വന്നിങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഒരു 1/2 കപ്പ് ചൊവ്വരി 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിക്കണം. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചൊവ്വരി വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചൊവ്വരിയൊക്കെ നല്ലോണം വെന്ത് പായസം നല്ല ക്രീമി ആയിട്ട് വന്നിക്കണേ. നമ്മുടെ ബ്രൗൺ അടപ്രഥമനൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാവുക. കഴിക്കാനും അതേ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സൊക്കെ ഇട്ട് പായസം റെഡിയായി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രീമി ബ്രൗൺ പായസമാണ്. ഇനിയിപ്പോൾ നമുക്കത് സെർവ് ചെയ്യും കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.